എൻ്റെ പേര് അഭിനവ് ഷാജി. ഞാൻ വരുന്നത് കോതമംഗലത്തു നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 ചേച്ചിമാർ. ആദ്യമായിട്ട് എനിക്ക് ഫുട്ബോൾ അച്ഛൻ വാങ്ങി തരുന്നത് എൻ്റെ ഓർമ്മയിൽ 5 or 6 വയസ്സിലാണ്. ഫുട്ബോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിക്കാൻ സ്കൂളിലൊക്കെ പോകാറുണ്ട്. അന്നൊന്നും വീട്ടിൽ നിന്ന് സപ്പോർട്ടൊന്നും ഇല്ല. അവന് ഫുട്ബോളിനോടാണ് കൂടുതൽ താല്പര്യം വന്നത്. ഫുട്ബോളാണ് പുള്ളിയുടെ ജീവൻ തന്നെ. ഞാൻ ആദ്യമായി കളിച്ചു തുടങ്ങുന്നത് വീടിനടുത്തുള്ള പാടങ്ങളിലും കണ്ടങ്ങളിലുമാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ ആളുണ്ടാവില്ല. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറം പാടത്ത് സ്കൂളിൻ്റെ താഴെ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി കളിച്ചിട്ട് സന്ധ്യയാവും ഓടി വരുമ്പോൾ. ഞാൻ അഭിനവ് ഷാജിയുടെ സെക്കൻഡ് സിസ്റ്ററാണ്. ഇപ്പോൾ ഞാൻ റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിൽ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങൾ 3 പേരും ആയതുകൊണ്ട് ഞാനും അനിയനും തമ്മിലാണ് ഭയങ്കര കണക്ഷനായിട്ടുള്ളത്. കാരണം ചേച്ചിയുടെ കുറച്ച് ടഫായിട്ടുള്ളൊരു സംസാരവും കാര്യങ്ങളും ആയതുകൊണ്ട്. അങ്ങനെയല്ല, ഞാനാണ് അവനെ ഏറ്റവും കൂടുതൽ, അതായത് ഈ കളിക്കാൻ നടക്കണേന്, അതായത് പഠിക്കാത്തതിനാണ് ഞാൻ ചീത്ത പറയാറ്. അപ്പോൾ ഈ കളിക്കാൻ നടക്കണേ അവൻ പോണത് ഇഷ്ടമാണെങ്കിലും കുറച്ചൊക്കെ അക്കാദമിക്സിലും കൂടെ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ച് എപ്പോഴും ഞാനാണ് ചീത്ത പറയണേ. പിന്നീട് ആദ്യമായിട്ട് ഒരു ക്യാമ്പ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിൽ ആയപ്പോഴാണ്. 3-4 കളികൾക്ക് പോയി ഒരു ജസ്റ്റ് റിസൾട്ട് കിട്ടിയെന്നുള്ള മട്ടിലിരുന്നതാണ്. അപ്പോൾ അതിന് കിട്ടുമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടിരുന്നാണ്. ജസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കോച്ചൊക്കെ പറഞ്ഞു സെലക്ട് ആണെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, അത് ശരിയല്ല, ചെറിയൊരു പൊക്ക വ്യത്യാസത്തിൽ പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭയങ്കര സങ്കടമായി, ആൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. സൂപ്പർ ലീഗ് കേരളയിൽ ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങളപ്പോൾ തന്നെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, സങ്കടം പറ്റുന്നു. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്കും അതുപോലെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് കോള് വന്നപ്പോഴും അവന് സെലക്റ്റായി. അതും 12,000 കുട്ടികളിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ 12,000 പേരിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു ഗോളി അവനാണെന്ന് അറിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമുണ്ടായി. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇപ്പോൾ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ചേച്ചി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വീടിനടുത്ത് കളിക്കാൻ പോയെങ്കിലും എന്നെ ആദ്യമൊന്നും കളിക്കാനായിട്ട് കൂട്ടുവരുന്നില്ല. കാരണം ഞാൻ കുട്ടിയായിരുന്ന ടൈമിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കിട്ടുന്ന പന്തെല്ലാം ഞാൻ തൂക്കി അടിക്കുമായിരുന്നു. അത് കണ്ടിട്ടാണ് നാട്ടിലെ ചേട്ടന്മാരൊക്കെ എന്നോട് പറഞ്ഞു, നീ ഗോളിയായിട്ട് തന്നെ നിന്നോ എന്ന് പറഞ്ഞത്. ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അടുത്ത് കളിച്ചാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ പരിചയം. അങ്ങനെ അന്ന് തൊട്ട് അറിയായിരുന്നു അവന് നല്ലൊരു കരിയർ ഉണ്ടാവുമെന്ന് നല്ല ഉറപ്പായിരുന്നു എനിക്ക്. കാരണം അങ്ങനെ രീതിയിൽ അവൻ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനോട് കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും അന്നേ മുതലാണ് താല്പര്യം കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ മലേഷ്യയിൽ ഒരു സെലക്ഷൻ കിട്ടി അങ്ങോട്ട് പോയാലും ഒത്തിരി സന്തോഷമുണ്ട്. ഭാവിയിൽ ഇതിനേക്കാൾ ഉയരത്തിലെത്താൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. കൊച്ചിങ്ങനെ ഈ ഒരു നിലയിലെത്താൻ കാരണം അച്ഛൻ തന്നെയാണ്. എവിടെ വെളുപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ വെളുപ്പിനും ഉണ്ടാക്കും, 3 മണിക്ക് പോകണമെങ്കിൽ 3 മണിക്കും ഉണ്ടാക്കും. രാത്രി തിരിച്ചു വരുമ്പോൾ 12 മണിയാണെങ്കിൽ 1 മണി രാത്രിയാണ് വിളിക്കാൻ ചെല്ലും, അച്ഛൻ വിളിക്കാൻ ചെല്ലും. അതുപോലെ എന്ത് കാര്യത്തിനും ഏതിനും എവിടെയും ഓടിയെത്തും. ഒരു അച്ഛനും കിട്ടിയത് പിള്ളേരുടെ 3 പേരെ എൻ്റെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പിള്ളേരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. അന്നൊന്നും എനിക്ക് എങ്ങനെ ഗോളി ആവേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് എങ്ങനെയാണ് ഗോളി ആവുക എന്നൊക്കെ യൂട്യൂബിൽ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗോൾ കീപ്പർ പോർച്ചുഗലിൻ്റെ ഡിയാഗോ കോസ്റ്റയാണ്. പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യാമെന്നൊക്കെ കാണുന്നത്. അവന് പറ്റുന്ന അത്ര ഉയരങ്ങളിൽ എത്താൻ, അതായത് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന് മുകളിലോട്ട്, അതായത് വേൾഡ് കപ്പ് വരെ ഒക്കെ എത്താൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നാൽ ഇന്ത്യയും അർജൻറ്റീനയും വേൾഡ് കപ്പിൽ ഫൈനൽ വരുന്നു. അതിൽ ഇന്ത്യ ഷൂട്ടൗട്ടിൽ ജയിക്കുന്നു. അതിൻ്റെ കീപ്പർ ഞാനാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അവൻ രാജ്യാന്തര ടീമിലേക്ക് എല്ലാം കയറി പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നല്ല ഒരു ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. സൂപ്പർ ലീഗ് കേരളയിൽ ആ കുട്ടിക്ക് ഒരു സ്ഥാനം കിട്ടിയെന്ന് പറയുമ്പോൾ കോതമംഗലത്തിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണത്. അങ്ങനെ ഒരു വിദഗ്ധമായൊരു പരിശീലനത്തിന് ആ കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ വളരെ നിർണായകമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് 12 കുട്ടികളാണ് ഈ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനകത്ത് ഒരാളായി മാർവേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് ഷാജി മാറി എന്നുള്ളത് എന്തുകൊണ്ട് സന്തോഷകരമായൊരു കാര്യമാണ്. അഭിനവ് ഷാജി മാർബേസിലിൻ്റെ ഒരു മുത്താണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം 8ാം ക്ലാസ്സിൽ ഇവിടെ വന്ന അഭിനവ് ഷാജി ഇപ്പോൾ 12ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും മലേഷ്യയിലെ ഇത്രയും വലിയൊരു ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് അഭിനവിനെ കൊണ്ടുവരാനുള്ള കാരണം
അവൻ്റെ ക്വിക്കായിട്ടുള്ള സൈഡ് ബാക്ക് മൂവ്മെൻറ്റ്സുകളാണ് എനിക്ക് അവനെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ കുറച്ചുകൂടി അവൻ്റെ ഭാവി കാണാൻ സാധിച്ചത്. അതിനുശേഷം എല്ലാ പരിശീലനങ്ങളും ക്യാമ്പുകളിലും എല്ലാ സെക്ഷൻസും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന് അത് പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുകയും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുകയും അത് കറക്ഷൻ നടത്തിപ്പോവുകയും ചെയ്യുന്ന അവൻ്റെ ആ ഡെഡിക്കേഷനാണ് അവനെ ഈ നിലയിൽ എത്തിക്കുന്നതിൽ സഹായമായത്. സൂപ്പർ ലീഗ് കേരളയോട് വളരെ സന്തോഷമുണ്ട്. കാരണം ചെറിയ കുട്ടികളെ സ്കൗട്ട് ചെയ്ത് അവരെ ഒരു നല്ല നിലയിലേക്ക്, കാരണം അവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്നു, അത് ഏറ്റവും നല്ലത്. കാരണമാണ് കുറേ കുട്ടികൾ ഫുട്ബോൾ ഭ്രാന്തായിട്ട് നടക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ എവിടെയെങ്കിലും എത്തി, ചുമ്മാ ഒരു വെറുതെ അതിലേതെങ്കിലും കളിച്ച് നടന്നിട്ട് കാര്യമില്ല. എല്ലാ സ്കൂളുകളിലും എല്ലാ പഞ്ചായത്തുകളിലും നല്ല നല്ല കുട്ടികളുണ്ട്. അവരെ സെലക്ട് ചെയ്ത് അവർക്കൊരു നല്ല ചാൻസ് കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. 12,000 കുട്ടികളാണ് കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗ് കേരളയുടെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തത്. അതിൽ നിന്നും 12 പേരെയാണ് സെലക്ട് ചെയ്തത്. ആ 12 പേരെ മലേഷ്യയിലേക്ക് പരിശീലനത്തിനായി വിടുന്നത് സൂപ്പർ ലീഗ് കേരളയാണ്. സൂപ്പർ ലീഗുകൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അഭിനവിന് കിട്ടിയതിൽ ഞാനും എൻ്റെ കുടുംബവും സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാവരും സൂപ്പർ ലീഗ് കേരളയോട് കടപ്പെട്ടിരിക്കുന്നു.